തേജസ്കരണകാലത്തിൻ്റെ 5-ാം ഞായറാഴ്ച. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു അധികാരി അവനോട് ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം അല്ലാതെ നല്ലവനായി മറ്റാരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ചെറുപ്പം മുതലേ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. അത് കേട്ട് യേശു പറഞ്ഞു, ഇനി നിനക്ക് ഒരു കുറവുണ്ട്. നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു, കാരണം വലിയ ധനികനായിരുന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരം. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതാണ്. ഇത് കേട്ടവർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കുവാൻ ആർക്ക് കഴിയും? അവൻ പറഞ്ഞു, മനുഷ്യർക്ക് സാധ്യമാണ്, ദൈവത്തിന് സാധ്യമാണ്. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ സ്വന്തമായതെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിപദിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയോ സഹോദരന്മാരെയോ മാതാവിനെയോ പിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചുള്ള ആർക്കും ഈ കാലത്ത് തന്നെ അവ അനേകം മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനം. കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെയും, ഈ ഞായറാഴ്ച ദിവസം നമുക്ക് തന്നിരിക്കുന്ന ചിന്ത ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 18 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ ഒരു ധനികൻ അല്ലെങ്കിൽ ഒരു യുവാവ് വന്ന് കർത്താവിനോട് ചോദിക്കുന്നു, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? നാം ഓർക്കേണ്ട ഒരു പ്രധാന കാരണം, ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതത്തിൻ്റെ പ്രധാന ചോദ്യമാണിത്. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമോ? കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. യോഹന്നാന്റെ 3:16 പറയും, ഏകജാതിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ലോകത്തിലേക്ക് വന്നത്, മനുഷ്യനായി അവതരിച്ചത്, പാടുപെടുകൾ സഹിച്ചത്, മരിച്ചത് എന്തിനു വേണ്ടിയാണ്? എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണം. പക്ഷേ രക്ഷ പ്രാപിക്കുക അത്ര എളുപ്പമല്ല. കാരണം നമുക്കറിയാം, ഈ ലോകത്തിൽ നല്ല മനുഷ്യരുമുണ്ട്, കെട്ട മനുഷ്യരുമുണ്ട്. നല്ല മനുഷ്യർക്ക് മാത്രമേ നിത്യജീവൻ പ്രാപിക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പം നല്ല മനുഷ്യരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെയാണ് കർത്താവ് ഇവനോട് ഉത്തരം പറയുന്നത്. നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? യേശുവിനോട് പറഞ്ഞ്, നിനക്ക് നിയമങ്ങൾ അറിയത്തില്ലയോ? നീ നിയമങ്ങൾ പാലിക്കണം. അപ്പം നിത്യജീവൻ പ്രാപിക്കുവാനുള്ള അടിസ്ഥാന ക്വാളിഫിക്കേഷനാണ് നിയമം പാലിക്കുക. ഈ നിയമമാണ് ഒരു മനുഷ്യനെ നന്മയും തിന്മയും തമ്മിലുള്ള വേർതിരിവുണ്ടാക്കുന്നത്. നിയമം പാലിക്കുന്നവൻ നന്മയുടെ വഴിയിലൂടെ നടക്കുന്നു, നിയമം തെറ്റിക്കുന്നവൻ തിന്മയുടെ വഴിയിലൂടെ നടക്കുന്നു. ഉദാഹരണത്തിന്, മാതാപിതാക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്നു ഒരു നിയമം. അതേസമയം നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, സ്നേഹിക്കുന്നില്ലെങ്കിൽ, ആദരിക്കുന്നില്ലെങ്കിൽ, അവർക്ക് ആവശ്യമായ കടമകൾ നിർവഹിക്കുന്നില്ലെങ്കിൽ നാം തിന്മപ്പെട്ട വഴിയിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ നിയമങ്ങളും. അപ്പോൾ ബേസിക് ക്വാളിഫിക്കേഷനാണ് ദൈവരാജ്യത്തിൽ പോകുവാൻ നിയമം പാലിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, കർത്താവ് ഇവിടെ ഇവനോട് പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു വാക്യമുണ്ട്, ഞാൻ എൻ്റെ ബാല്യം മുതലേ ഈ നിയമങ്ങളെല്ലാം പാലിക്കുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ നിയമങ്ങൾ മിക്കവരെല്ലാം തെറ്റിക്കുന്നവരാണ്. ബോധപൂർവം അല്ലെങ്കിലും കള്ളം പറയാത്ത എത്ര പേരുണ്ട്, അശുദ്ധ വാക്കുകൾ പറയാത്ത എത്ര പേരുണ്ട്. അങ്ങനെ നിയമങ്ങളൊക്കെ നമ്മൾ തെറ്റിക്കുന്നുണ്ട്. നീതിമാൻ പോലും ദിവസത്തിൽ 7 പ്രാവശ്യം പിഴയ്ക്കുന്നു എന്നാണ് വചനം പറയുന്നത്. നീതിമാനായ ഒരാൾ പോലും ഇല്ലെന്നാണ് വചനം പറയുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ കുറവുകളുണ്ട്. അപ്പോൾ കർത്താവ് ഇവനോട് പറയാം, നിയമം എല്ലാം പാലിക്കുന്നവരോട് കർത്താവ് പറയാം, നിനക്കൊരു കുറവുണ്ട്. അപ്പോൾ നിത്യജീവൻ പ്രാപിക്കുവാൻ നിയമം പാലിച്ചാൽ മാത്രം പോരാ. പിന്നീട് എന്താ ചെയ്യേണ്ടത്? കർത്താവ് പറയുകയാണ്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് നീ എന്നെ വന്ന് അനുഗമിക്കും. അവൻ വിഷണ്ണനായി പോയി. അപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ അനുഗമിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ട വേറൊരു ഗുണഗണമാണ്
ദാരിദ്ര്യം നമുക്കറിയാം. അഷ്ടസൗഭാഗ്യങ്ങളിൽ ഒന്നാമത്തെ സൗഭാഗ്യം ഏതാണ്? ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാകുന്നു. ലൂക്കോസ് പറയുമ്പോൾ പറയും ദരിദ്ര ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാകുന്നു. അപ്പോൾ ആത്മാവിന്റെ ദാരിദ്ര്യം മാത്രമല്ല, ഒരു മനുഷ്യൻ ദാരിദ്ര്യത്തെ സ്നേഹിക്കണം. എത്ര സമ്പന്നനാണെങ്കിലും അവൻ ദരിദ്രനായിട്ട് ജീവിക്കാൻ പഠിക്കണം. ഒന്നിൻ്റെയും അടിമയാകരുത്. പണത്തിൻ്റെയോ ധനത്തിൻ്റെയോ സ്വത്തിൻ്റെയോ പേരിൻ്റെയോ പെരുമയുടെയോ അധികാരത്തിൻ്റെയോ ഒന്നിൻ്റെയും അടിമയാകാൻ പാടില്ല. സ്വതന്ത്രനായിട്ട് ജീവിക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ നിത്യജീവൻ പ്രാപിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഈ ലോകത്തിൽ എന്തിൻ്റെങ്കിലും അടിമയാണെങ്കിൽ അവൻ നിത്യജീവനിൽ അവകാശിയാകുവാനായിട്ട് സാധിക്കത്തില്ല. അവൻ ഭീഷണനായി പോയി. ഉടനെയാണ് കർത്താവ് പറയുന്നത്, ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരം. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കൊടിയിലൂടെ കടക്കുകയാണ്. അസാധ്യമായ ഒരു കാര്യമായിട്ട് കർത്താവ് ഇത് പറയുന്നത്. നാം ഓർക്കണം, അതിന്റെ അർത്ഥം ധനവാന്മാരാരും സ്വർഗത്തിൽ പോകത്തില്ല എന്നല്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ദൈവത്തെക്കാൾ കൂടുതലായി ധനത്തിന് മുൻതൂക്കം കൊടുത്താൽ, ധനത്തിന് പ്രാധാന്യം കൊടുത്താൽ, ധനത്തിന് വേണ്ടി ജീവിച്ചാൽ, നമുക്കറിയാം അങ്ങനെ ഒത്തിരി മനുഷ്യരെ കാണാൻ കഴിയും. എന്തിനേക്കാളും പണത്തിനും ധനത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനുവേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട്. ജീവിതം നഷ്ടപ്പെടുത്തി കളയുന്നവരുണ്ട്. പണം സമ്പാദിക്കാൻ വേണ്ടി എന്ത് മാർഗം ഉപയോഗിക്കും, ഏത് തരികിട ഉപയോഗിക്കും, എത്ര മ്ലേച്ഛമായ മാർഗങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോഴാണ് കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്ന അടുത്ത ചോദ്യം, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചല്ലോ. അതെ, വലിയൊരു വാഗ്ദാനം കർത്താവ് നൽകുന്നുണ്ട്. എന്നെ പ്രതി അപ്പനെയോ അമ്മനെയോ സഹോദരനെയോ സഹോദരിയോ ഭാര്യയോ മക്കളെയോ ആരെങ്കിലും ഉപേക്ഷിച്ചാൽ 1 മടങ്ങ് ഈ ലോകത്തിൽ വെച്ച് തന്നെ അവർക്കത് ലഭിക്കും. അതിന്റെ അർത്ഥം ദൈവരാജ്യത്തിന് വേണ്ടി എന്തുപേക്ഷിച്ചാലും അത് നമുക്ക് ഈ രാജ്യത്ത് തന്നെ ദൈവം തമ്പുരാൻ അതെല്ലാം സമൃദ്ധമായിട്ട് നൽകും. പ്രിയ സഹോദരങ്ങളെ, അതിനാൽ ഈ നിത്യജീവൻ നമ്മുടെ വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് നിരന്തരമായി നിത്യജീവനെ കുറിച്ച് നാം ചിന്തിക്കണം. സഭയിൽ അനേക വിശുദ്ധരുണ്ട്. വിശുദ്ധരുടെ ജീവിതങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കാമെങ്കിൽ അവർ വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ ഒരു ദൈവീക ജീവനിൽ പങ്കാളികളായി ജീവിച്ചവരാണ്. ലോകത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ, ലോകത്തിന്റെ പ്രവൃത്തികൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ, ഭൗതികമായ ലൗകികമായ ജഡീകമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാതെ ആത്മീകമായ ചൈതന്യത്തിൽ പരിശുദ്ധന്മാർ അഭിഷേകത്തിൽ ജീവിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർ ദൈവത്തെക്കുറിച്ച് അറിയുവാനും ദൈവത്തെക്കുറിച്ച് സ്നേഹിക്കുവാനും ദൈവത്തോടൊത്ത് വസിക്കുവാനും ഈ ലോകത്തിൽ വെച്ച് തന്നെ അവർക്ക് സാധിച്ചു. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നാം ദൈവത്തെ മാറ്റിവെച്ചിട്ട് പണസമ്പാദനത്തിനും ധനസമ്പാദനത്തിനുമായിട്ട് പോകുന്ന കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, അപ്പോസ്തലന്മാരെ കർത്താവ് വിളിച്ചു. സക്കേവൂസിനെ കർത്താവ് വിളിക്കുന്നു. എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞപ്പോൾ അവനെല്ലാം ഉപേക്ഷിച്ചു. അവൻ്റെ കട ഉപേക്ഷിച്ചു, അവൻ്റെ രസീത് ബുക്ക് ഉപേക്ഷിച്ചു, അവൻ്റെ പണം ഉപേക്ഷിച്ചു, എല്ലാം ഉപേക്ഷിച്ച് അവൻ കർത്താവിൻ്റെ പുറകെ പോയി. പത്രോസിനെയും അന്ത്രയോസിനെയും വിളിച്ചു. അവർ വള്ളവും വലയും ഉപേക്ഷിച്ച് അവരുടെ സ്വന്തമായിട്ടുള്ള സ്വത്തായിട്ടുള്ള എല്ലാം ഉപേക്ഷിച്ച് അവൻ്റെ പുറകെ പോയി. യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചു. അവർ അപ്പനെയും ഉപേക്ഷിച്ച് അമ്മയെ ഉപേക്ഷിച്ച് വള്ളവും വലയും ഉപേക്ഷിച്ച് അവൻ്റെ പുറകെ പോയി. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ത്യജിക്കൽ. ഈ ലോകത്തെ ത്യജിക്കാതെ സ്വർഗത്തെ സ്വന്തമാക്കുവാൻ നമുക്ക് ആർക്കും സാധിക്കത്തില്ല. ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ആർക്ക് സാധിക്കത്തില്ല. ഒന്നുകിൽ ദൈവത്തെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ലോകത്തെ സ്നേഹിക്കുക. ഒന്നുകിൽ ദൈവത്തിനടുത്ത് വസിക്കുക, ഇല്ലേ സാത്താനടുത്ത് വസിക്കുക. ഏതാണെന്ന് തീരുമാനിക്കണം. ഇത് മനുഷ്യന് അസാധ്യമാണ്, പക്ഷെ ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾക്ക് വളരെ നിഷ്പ്രയാസം ദൈവത്തിന്റെ പൈതലായിട്ട് ജീവിക്കുവാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, വളരെ മർമ്മപ്രധാനമായ ചോദ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുണ്ടാകുന്ന ചെറിയ തെറ്റുകളെയും കുറ്റങ്ങളെയും പാപങ്ങളെയും ഒക്കെ അപ്പോഴപ്പം തന്നെ കഴുകി വിശുദ്ധീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും തന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധയും മാതാവും നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.